ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കോഴ്സുകളെ പറ്റി ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയുകയോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം മാർക്ക്, അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ മുൻപത്തെ വർഷങ്ങളെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന BA എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ BAയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നമുക്ക് പല ജാതികളും ഉണ്ട്. ജാതി പറയാൻ പാടില്ല, എന്നാലും ഞാൻ ഇവിടെ പറയാം, കാരണം അതിവിടെ പറയണം, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഈ ഒരു അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങൾ ഭയങ്കര ഇതാണ്, എന്ന് വെച്ചാൽ ജാതിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. ഇപ്പം നമുക്ക് 60% ഉണ്ടെന്ന് വെച്ചോ, 55% ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് അഡ്മിഷൻ കിട്ടും. എന്ത്? ജാതിയുടെ വയസ്സിൽ നമ്മുടെ ഈ ജാതിയുടെ പേരിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അത് വേറെ കാര്യം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം ഈ BAയിലോട്ട് അഡ്മിഷൻ കിട്ടാൻ? ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 96% എങ്കിലും വേണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 96%. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 85-ന് എബോവ് ആയിരിക്കണം നമ്മുടെ പെർസെൻറ്റേജ്. ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 80 ആയിരിക്കണം. 80-ക്ക് 85-ന് അകത്തായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത്. നമുക്ക് 80%, 96% ഒന്നും ഇല്ല മാർക്ക്. നമുക്ക് 60-ക്ക് മേലെയാണ് നമ്മുടെ പെർസെൻറ്റേജ്. നിങ്ങളും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നൊരു സാധനം. ഈ തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് കുറേ സീറ്റുകൾ കോളേജുകളിൽ ബാക്കി വരും. അപ്പോൾ ആ ബാക്കി വരുന്ന സീറ്റാണ് ഈ സ്പോട്ട് അഡ്മിഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന ഓരോരോ ലൊക്കേഷൻസ് അവരെ അറിയിക്കും. അപ്പോൾ ഓരോരോ കോളേജിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ കോളേജിൽ പോയിട്ട് ഒരു ദിവസം മൊത്തം ചിലപ്പോൾ കുത്തിയിരിക്കേണ്ടി വരും, ചിലപ്പോൾ 2ാമത്തെ ദിവസം പോയിട്ടായിരിക്കും കിട്ടുന്നത്. അതിലൊന്നും കാര്യമില്ല. നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിയിരുന്നേ തീരുള്ളൂ. അപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ വഴി അഡ്മിഷൻ കിട്ടും. അതിന് മുന്നേ ചാടി കയറി നിങ്ങൾ മറ്റേ പൈസ കൊടുത്ത് കയറുന്ന പ്രൈവറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഗവൺമെൻറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ വരെ വെയിറ്റ് ചെയ്യുക, പെർസെൻറ്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് 82% ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്പോട്ട് അഡ്മിഷൻ വഴിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വഴി ഒരു 60-ക്ക് മേലുള്ള ഒരു കുട്ടിക്ക് എന്തായാലും കിട്ടിയിരിക്കും. എൻ്റെ കൂട്ടുകാരൻ 60% ഉണ്ടായിരുന്നുള്ളൂ, അവനും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പോട്ട് അഡ്മിഷൻ വഴി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങളൊന്ന് എടുത്ത് വെച്ചിരുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. EWS സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വച്ചിട്ട് ഇതിൽ കൂടെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ ആയാലും നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ആയാലും അതിൽ നമുക്ക് കിട്ടാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ അക്ഷയയിൽ പോയിട്ട് അതിൻ്റെ ഒരു ഫോം വാങ്ങുക, അത് ഫില്ല് ചെയ്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ കൊടുക്കുക, കാര്യം സിമ്പിളാണ്, തീർന്നു. അവർ നമുക്ക് സൈൻ ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടെ കാണിക്കണം, എന്നാൽ മാത്രമേ EWS എന്ന് പറയുന്ന സാധനം കിട്ടത്തുള്ളൂ. സർക്കാർ ജോലിയൊക്കെ ഉള്ള വീട്ടുകാർക്കാണെങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. സർക്കാർ ജോലിയില്ല, സാധാ കൂലിപ്പണിക്ക് പോകുന്ന ആർക്കായാലും EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. നമ്മളവിടെ പോയി കൊണ്ട് കൊടുത്താൽ മാത്രം മതി, ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ട്, അത്രേ ഉള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc BCom. ഇതിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണം അഡ്മിഷൻ കിട്ടാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം പെർസെൻറ്റേജുകൾ തന്നെയാണ് ഇതിലും വരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. BAയും ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്, ഒരേ പെർസെൻറ്റേജിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എവിടെയാണ് കൂടുതൽ, അപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡും നമുക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടും, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. UGയുടെ ഒരു ഫോം നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമല്ല, അപ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജ് വേണം നമ്മൾ വെച്ച് ചെയ്യുമല്ല, അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കും EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിലൊന്ന് ടെസ്റ്റ് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നീട് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് കോഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല, അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഞാൻ പറയാണ്, നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ കൊണ്ട് തലവയ്ക്കരുത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക്, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാം, അങ്ങനെ ഒരു സാധനം, നമുക്ക് ഫ്രീഡം എന്നുള്ള സാധനം. പ്രൈവറ്റ് കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം എന്നുള്ള സാധനം കിട്ടണമെന്നില്ല, അത്രയേ ഉള്ളൂ. ഇത്രയുള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ. ഈ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കാര്യം നിങ്ങളുടെ കൂട്ടൻ അറിയത്തില്ലെങ്കിൽ അവൻ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം അവന് യൂസ്ഫുൾ ആവും. ഞാൻ ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഷോർട്ട് ഫിലിം ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചെറിയൊരു 1 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമാണ്, കാര്യം വെറുപ്പിക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കും. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും. അതായിരിക്കും